ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. സോ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മറ്റൊരു മത്സരത്തിനും കൂടി ഇറങ്ങാൻ പോകുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നത്. സോ നമുക്ക് ഈ മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സുമുള്ള മത്സരത്തിൽ നമുക്ക് ഈസ്റ്റ് ബംഗാളിന്റെ ടീമിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഈസ്റ്റ് ബംഗാളിന്റെ സ്പാനിഷ് ഡിഫൻഡർ ഹിജാരി, അതുപോലെ തന്നെ അവരുടെ ഗ്രീക്ക് താരം, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായ ദിമിത്രോസ് സെമറ്റോസ്, അതുപോലെ തന്നെ ബ്രസീലിയൻ താരം ക്ലൈറ്റൻ സിൽവ എന്നീ മികച്ച താരങ്ങളുള്ള ഒരു ടീം തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ. പിന്നെ നമുക്കറിയാം അവരുടെ കോച്ച്, പുതുതായി വന്ന കോച്ച് ഓസ്കാർ ബ്രൂസോണ് കാര്യമായ ചലനങ്ങളൊന്നും ഇതുവരെ ഈ ടീമിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും അവരുടെ ടീമിലേക്ക് നോക്കുമ്പോൾ മികച്ച താരങ്ങൾ അവരുടെ ടീമിൽ ഉണ്ടെങ്കിൽ കൂടിയും ഒരു മികച്ച പെർഫോമൻസ് ഇതുവരെ അവരുടെ ടീമിൽ നിന്നും കാണുവാൻ സാധിച്ചിട്ടില്ല. എന്ന് വെച്ച് നമുക്ക് അങ്ങനെ ഈസ്റ്റ് ബംഗാളിനെ എഴുതി തള്ളാൻ പറ്റില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഫോമിലേക്ക് വരുവാൻ കഴിവുള്ള താരങ്ങളാണ് ഈസ്റ്റ് ബംഗാളിലുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ററിംഗ് ഹെഡ് കോച്ചായ മലയാളി കൂടിയായ TG പുരുഷോത്തമനും അതുപോലെ തന്നെ തോമസുമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തോമസും അതുപോലെ തന്നെ TG പുരുഷോത്തമന്റെയും കീഴിൽ വളരെ മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി 2025 കളിച്ച ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. അൺബീറ്റൺ ആയിക്കൊണ്ടാണ് ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ അൺബീറ്റൺ റൺ തുടരേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ്. ഇനി നമുക്ക് പോസിബിൾ ലെവലിലേക്ക് വരാം. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറക്കാൻ സാധ്യതയുള്ള ഒരു ലൈനപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ഒരു എക്സ്പെക്ടഡ് 11 4-2-3-1 എന്ന ഫോർമേഷനിലായിരിക്കും TG പുരുഷോത്തമൻ ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിൽ ഇറക്കുക. സോ 4-2-3-1 എന്ന ഫോർമേഷൻ ഗോൾ കീപ്പറായി മലയാളി താരം സച്ചിൻ സുരേഷും, അതുപോലെ തന്നെ 4 മിഡ്ഫീൽഡേഴ്സായി ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗ്. നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം പുറത്തിരിക്കുകയായിരുന്നു നവോച്ച സിംഗ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗിന്റെ സസ്പെൻഷൻ മാറി ഈ മത്സരത്തിൽ ആദ്യ ഇലവനിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഞാനിവിടെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗിനെയാണ് കൊടുക്കുന്നത്, റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗ്. ഇനി രണ്ട് സെന്റർ ബാക്കുമാരായി ഇന്ത്യൻ താരം ഹോർമിപ്പാമും, അതുപോലെ തന്നെ മോഡിനഗറിൻ താരമായ മിലോസ് മിസിച്ചും. 4-2-3-1 2 ഡിഫൻസീവ് മിഡ്ഫീൽഡായി ബിപിൻ മോഹനും അതുപോലെ തന്നെ ഫ്രെഡിൽ ആൽമാവയുമായിരിക്കും ഉണ്ടാവുക. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഉറുഗ്വൻ മജീഷ്യൻ അല്ലെങ്കിൽ ദ ലിറ്റിൽ മജീഷ്യൻ എന്നറിയപ്പെടുന്ന ഉറുഗ്വൻ താരം അഡ്രിയാൻ ലൂണയും, അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ കോറോ സിംഗും, ലെഫ്റ്റ് വിങ്ങിൽ ദ മൊറോക്കൻ ഈഗിൾ എന്നറിയപ്പെടുന്ന നോഹ സദോയുമായിരിക്കും ഉണ്ടാവുക. ഇനി ഏക സ്ട്രൈക്കറായി ഹീസസ് സിമിനെ ആദ്യ 11 മടങ്ങിയെത്തും. സോ കേരള ബ്ലാസ്റ്റേഴ്സിന് മസ്റ്റ് വിന്നിംഗ് മാച്ചാണ് എഗെയിൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ FC. നമുക്കറിയാം ഈസ്റ്റ് ബംഗാളിലെ താരങ്ങൾക്കും നിരവധി സസ്പെൻഷന്റെ ഭീഷണിയിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത്. എസ്പെഷ്യലി അവരുടെ ഇന്ത്യൻ താരം നന്ദകുമാർ ശേഖർ, അതുപോലെ തന്നെ മറ്റു താരങ്ങളും ഒക്കെ സസ്പെൻഷന്റെ പിടിയിലാണ്. സോ എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും വിജയിക്കാൻ പറ്റിയൊരു മത്സരം കൂടിയാണ് ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരം. സോ പ്രൊഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ 2-0 എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. കേരള ബ്ലാസ്റ്റേഴ്സ് 2, ഈസ്റ്റ് ബംഗാൾ 0 എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. സോ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ബോക്സിൽ എഴുതിയിരിക്കുക. സോ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് പറയാനുള്ളതെന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then, bye.